എല്ലാ ചങ്ങാതിമാർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്സ്. ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ഇത് പറയുന്നത്. എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്സ്. കൈകളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സ്വപ്നമാണ് പുസ്തകം. ഓരോ പുസ്തകവും ഓരോ സ്വപ്നങ്ങളാണ്. നമുക്ക് എത്തിച്ചേരാവുന്ന അല്ലെങ്കിൽ നാം എത്തിപ്പിടിക്കേണ്ട ഓരോ സ്വപ്നങ്ങൾ. അങ്ങനെയുള്ള ഓരോ പുസ്തകങ്ങളുമാണ് ഓരോ ബുക്ക് ഷെൽഫിലൂടെയും നാം പരിചയപ്പെടുന്നത്. ഇന്നത്തെ ബുക്ക് ഷെൽഫിൽ നാം പരിചയപ്പെടുന്നത് മൺകുടങ്ങൾ കഥ പറയുമ്പോൾ എന്ന പുസ്തകമാണ്. ജോസ് കേളമ്പറമ്പിൽ CMI അച്ഛനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. സോഫിയ ബുക്സാണ് ഇത് നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. വളരെ ചെറിയ ഒരു പുസ്തകമാണ് മൺകുടങ്ങൾ കഥ പറയുമ്പോൾ എന്ന ഈ പുസ്തകം. ഏകദേശം 100 പേജുകളെ ഈ പുസ്തകത്തിനുള്ളൂ. 15 അധ്യായങ്ങളിലൂടെ നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മുടെ കണ്ണുകൾ തുറക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ പുസ്തകം തന്നെയാണ് മൺകുടങ്ങൾ കഥ പറയുമ്പോൾ എന്ന പുസ്തകം. ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിന് ആസ്വാദനം എഴുതിയിരിക്കുന്നത് റോയി പാലാട്ടി CMI അച്ഛനാണ്. അച്ഛൻ തൻ്റെ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഈ പുസ്തകം നിങ്ങളെ ചിരിപ്പിക്കില്ല അധികമൊന്നും. ചിലരെ ഇത് കരയിപ്പിക്കും, മറ്റു ചിലരെ കണ്ണീരിൻ്റെ കാരണങ്ങളിലേക്ക് നയിക്കും, ഇനിയും ചിലരെ കരയാൻ കൊതിപ്പിക്കും. കണ്ണീരിൻ്റെ കാലങ്ങളിലാണ് കൺമുമ്പിൽ മഴവെല്ല് തെളിയുന്നത്. ചന്ദ്രൻ ആകാശത്തെ എന്തു വന്നാലും ഉപേക്ഷിക്കാത്തതുപോലെ ഉടയവനെ ചേർത്തു വയ്ക്കുന്ന കാലമാണത്. നല്ല വെട്ടത്തിൽ പിടികിട്ടാത്ത പലതും ജീവിതത്തിൻ്റെ അരണ്ട വെളിച്ചത്തിൽ നമുക്ക് വായിച്ചെടുക്കാനാവും. എങ്കിൽ സങ്കടങ്ങളുടെ താഴ്വരയിലൂടെയുള്ള യാത്രയും അനിവാര്യം തന്നെയാണ്. അത്തരമൊരു അനിവാര്യതയുടെ നടുവിൽ മൺകുടങ്ങളുടെ കഥ നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വക തരും, എനിക്ക് ഉറപ്പുണ്ടത്. ഇങ്ങനെയാണ് റോയി അച്ഛൻ തൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ചില സങ്കടങ്ങളും ചില കരച്ചിലുകളുമൊക്കെ നമ്മുടെ എല്ലാം ജീവിതങ്ങളിലുണ്ട്. അങ്ങനെയുള്ള ചില ഇരുണ്ട വേളകളിൽ, അങ്ങനെയുള്ള ചില വിഷമ സന്ധികളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ചില കഥകളാണ് മൺകുടങ്ങൾ കഥ പറയുമ്പോൾ എന്ന ഈ പുസ്തകം. നമ്മുടെ ജീവിതത്തോട് തൊട്ടു നിൽക്കുന്ന വിചാരങ്ങളുടെ ഒരു സമാഹാരമാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ഇത് പ്രകാശിപ്പിക്കുമെന്ന് തീർച്ചയാണ്. പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം തന്നെ മൺകുടങ്ങൾ കഥ പറയുമ്പോൾ എന്ന അധ്യായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിലെ മനോഹരമായൊരു ചിന്ത ഇങ്ങനെയാണ്: പഴയ നിയമത്തിലെ ജോസഫ് തൻ്റെ ജീവിതത്തിൽ വരുത്തിയൊരു പ്രാർത്ഥനയിലൂടെയാണ് ഈ അധ്യായം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ വചനങ്ങൾ. ഉരുകുന്ന മെഴുകിനെ വെളിച്ചത്തിൻ്റെ കഥ പറയാനാവൂ, മുറിവേറ്റ മുളന്തണ്ടിനെ സംഗീതം പൊഴിക്കാനാവൂ എന്ന് പഴമക്കാർ പറയുന്നതിൻ്റെ പൊരുളിതാവണം. സന്തോഷങ്ങൾക്കിടയിൽ വന്നു വീഴുന്ന സഹനങ്ങൾ സങ്കടപ്പെടുത്തുന്നത് പോലെ തന്നെ സങ്കടങ്ങൾക്കിടയിൽ വിരിയുന്ന സന്തോഷങ്ങൾ എന്തേ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നില്ല? അനുഗ്രഹങ്ങൾ എണ്ണിയെടുക്കുന്ന കണക്കും കലയും മറക്കാതിരിക്കുക. അതിരുവിട്ട കണ്ണുനീർ പ്രവാഹങ്ങൾ ഒത്തിരി നേർക്കാഴ്ചകൾ നഷ്ടമാക്കുമെന്നത് സത്യമാണ്. ഇതാവാം ടാഗോർ ഇങ്ങനെ കുറിച്ചിട്ടത്: രാത്രിയിൽ സൂര്യൻ നഷ്ടമായതോർത്ത് കരഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ആകാശവും അതിലെ നക്ഷത്രവും ചന്ദ്രനും നിലാവുമൊക്കെ നഷ്ടമാവും. സൂര്യൻ നഷ്ടപ്പെട്ടാലും ആകാശമുണ്ടല്ലോ. ഇനി ഈ ആകാശവും അതിലെ നക്ഷത്രങ്ങളും നിലാവുമൊക്കെ നമ്മെ സന്തോഷിപ്പിക്കട്ടെ. നാളത്തെ ഉദയത്തിന് സൂര്യന് വരാതിരിക്കാനാവില്ലല്ലോ, ഉറപ്പാണത്. ഈ പുസ്തകം അതിജീവനത്തിൻ്റെ പുസ്തകമാണ്. ഇതിലെ എഴുത്തുകളൊക്കെ ദുഃഖങ്ങളും സങ്കടങ്ങളും സഹനങ്ങളുമൊക്കെ വരുമ്പോൾ എപ്രകാരം പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും ഒരു മനസ്സ് വെച്ചു പുലർത്തണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില വരികളാണ്.
അതുകൊണ്ടാണ് ഈ അധ്യായത്തിലെ മനോഹരമായൊരു വരി ഇങ്ങനെ പോകുന്നത്: ഉരുകുന്ന മെഴുകിനെ വെളിച്ചത്തിൻ്റെ കഥ പറയാനാവൂ, മുറിവേറ്റ മുളന്തണ്ടിനെ സംഗീതം പൊഴിക്കാനാവൂ. ജീവിതം ദുഃഖങ്ങളുണ്ടായാലും സഹനങ്ങളുണ്ടായാലും ഇടയ്ക്കൊക്കെ സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ചു നീട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ്, അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം. അപ്രകാരം പ്രതീക്ഷയുടെ ചില തിരിച്ചറിവുകൾ ഈ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. പ്രതീക്ഷയുടെ ആ തിരിച്ചറിവുകളിലേക്കുള്ള യാത്രയാണ് ഈ പുസ്തകം. അപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാവുന്ന വിധത്തിൽ അതൊക്കെ നമ്മുടെ അടുത്തു തന്നെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ഈ പുസ്തകം നമുക്ക് തരുന്നുണ്ട്. പിന്നീട് വരുന്ന അധ്യായത്തിൻ്റെ പേര് അമ്മ സമം സ്നേഹം എന്നാണ്. അമ്മ സമം സ്നേഹം. പാതി വഴിയിൽ വിട്ടുപേക്ഷിക്കാത്ത ആ മനസ്സിൻ്റെ പേരാണ് അമ്മ മനസ്സ്. എന്തുകൊണ്ടാണ് അമ്മ മനസ്സിന് പാതി വഴിയിൽ വിട്ടുപേക്ഷിക്കാൻ പറ്റാത്തത്? അതിൻ്റെ കാരണവും എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവസാന മൊഴി പോൽ നെഞ്ചുരുകി ക്രിസ്തു ചൊല്ലിയ ഈ പ്രാർത്ഥന നമ്മുടെ നാട്ടിൽ അമ്മമാർ കുരിശു വരയ്ക്കാനും ആകാശങ്ങളിലിരിക്കുന്നതുമൊക്കെ പഠിപ്പിക്കുന്നത് പോലെ യേശുവിൻ്റെ നാട്ടിൽ ഒരു യഹൂദ സ്ത്രീ തൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന ആദ്യ പ്രാർത്ഥനകളിൽ ഒന്നാണ്. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നിശ്ചയമായും കുഞ്ഞ് ഈ പ്രാർത്ഥന ചൊല്ലിയേ തീരൂ. ജീവിതത്തിൽ ദൈവം പോലും കൈവിട്ടോ എന്ന് അലറി വിളിക്കുന്ന ഒരാളുടെ അധരങ്ങളിൽ അവസാന മൊഴിയായി പണ്ടെങ്ങോ മറിയം ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥനയാണ് കൂട്ടായി എത്തുന്നത്. ഇന്ന് നീ ചൊല്ലിക്കൊടുക്കുന്നതൊക്കെ നാളെ കുഞ്ഞ് അവഗണിച്ചേക്കാം. ജീവിതത്തിൻ്റെ ഏതോ വഴികളിൽ നാമും ചിലതെല്ലാം അവഗണിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ പൊള്ളുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്ക് കൂട്ടായി ഉണ്ടാവുക മുലപ്പാലിനൊപ്പം നീ ചുരത്തുന്ന ചില മൂല്യങ്ങളും ആ പ്രാർത്ഥനകളുമാണെന്ന് മറക്കാതിരിക്കുക. കാൽവരിയിലെ കുരിശോളം കൂട്ടുവരുന്നുണ്ട് ആ അമ്മ. ഒടുക്കത്തെ മിടിപ്പ് വരെ കൂടെയുള്ളവൾ. അതെ, പാതി വഴിയിൽ വിട്ടുപേക്ഷിക്കാത്ത ആ മനസ്സിൻ്റെ പേരാണ് അമ്മ മനസ്സ് എന്ന് തോന്നുന്നു. പാതി വഴിയിലും വിട്ടുപേക്ഷിക്കാത്ത ചില മനസ്സ് അമ്മമാരെല്ലാം ചേർത്ത് വയ്ക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ വളർച്ചകളിൽ പടവുകളിലൊക്കെ അവൾ നമുക്ക് പൊഴിച്ച മൂല്യങ്ങളൊക്കെ നാം അവഗണിച്ചാലും അതൊക്കെ നാം മറന്നുപോയാലും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ അവൾ നമുക്ക് നൽകിയ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് കൂട്ടായി വരുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ടാണ് അത് സ്നേഹത്തിൻ്റെ അടയാളം കൊണ്ട് ഈ പുസ്തകത്തിൽ അമ്മയെ രചിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്നേഹം ഈസിക്കൽ ടു അമ്മ എന്ന് ഈ പുസ്തകത്തിലെ ഈ അധ്യായത്തിന് എഴുത്തുകാരൻ ശീർഷകമായി കൊടുത്തിരിക്കുന്നത്. ജന്മം കൊടുത്തു എന്നതുകൊണ്ട് മാത്രം ആരും അമ്മയാകുന്നില്ല. അതിൻ്റെ പൊരുളും ഒരുപക്ഷെ അതുതന്നെയാകാം. പാതി വഴിയിൽ വിട്ടുപേക്ഷിക്കാത്ത ആ മനസ്സ് അവൾക്കുള്ളതുകൊണ്ട്. അത്രമാത്രം അമ്മമാർ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നാണ് എഴുത്തുകാരൻ പറഞ്ഞു വയ്ക്കുന്നത്. കമലാ സുരയ്യയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് എഴുത്തുകാരൻ അമ്മ സമം സ്നേഹമെന്ന ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. അമ്മയെന്ന് വിളിക്കപ്പെടുന്ന ജീവിയെ നിങ്ങൾ മക്കൾ ഈയിടെ എപ്പോഴെങ്കിലും സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ? മൂത്രം നനച്ച വിരിയിൽ സ്വയം കിടന്നവൾ, ഛർദിയും മലവും കോരിക്കളഞ്ഞവൾ, പരീക്ഷാ ഫീസ് കൊടുക്കാനും രോഗശാന്തിക്കും വിവാഹ ആഘോഷ ആവശ്യത്തിനും വളകൾ ഊരി വിറ്റവൾ, പ്രമാണികളായിത്തീർന്ന മക്കളെ ശല്യപ്പെടുത്താൻ ഒരിക്കലും ഇച്ഛിക്കാത്തവൾ, മക്കളെ ഭയപ്പെടുന്നവൾ, മരിച്ചുപോയ ഭർത്താവ്, അമ്മയെന്ന് വിളിച്ചവൾ, ഒടുവിൽ മക്കളെ തൊടാൻ പോലും ഭാഗ്യം ലഭിക്കാത്തവൾ. അമ്മ വിശുദ്ധ ജീവിയാണവൾ. ഉള്ളിൽ സ്നേഹത്തിൻ്റെ താരാട്ടുപാട്ടുകൾ സൂക്ഷിക്കുന്ന അമ്മമാർ. ജീവിതത്തിൽ എത്ര വട്ടം നാമൊക്കെ പരാജയത്തിൻ്റെ പടുക്കുഴിയിലേക്ക് വീണാലും പതറിപ്പോയാലും ഇടറിപ്പോയാലും കൂട്ടായി കരുതലായുള്ളത് അമ്മമാരാണ്. ആ ഓർമ്മപ്പെടുത്തലാണ് സ്നേഹം കൊണ്ട് ഈ പുസ്തകത്തിൽ ഈ അധ്യായത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ സമം സ്നേഹം. ജീവിതത്തിൽ മറ്റാരൊക്കെ നമ്മെ ഉപേക്ഷിച്ചാലും അമ്മമാർക്ക് നമ്മെ ചേർത്ത് പിടിക്കാൻ കഴിയും,
ചേർത്ത് നിർത്താൻ കഴിയുമെന്ന് ഉറപ്പു തരികയാണ് എഴുത്തുകാരൻ. അതാണ് സത്യം. ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പരമമായ സത്യം അതുതന്നെയാണ്. അതുകൊണ്ടാണ് അതിജീവനത്തിൻ്റെ ഈ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായമായി അമ്മയെ എടുത്തിരിക്കുന്നത്. അതിജീവനത്തിൻ്റെ പാഠങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത് അമ്മമാരാണ്. കാരണം പ്രതീക്ഷയുടെ, സ്നേഹത്തിൻ്റെ ഒരു വാക്ക് അമ്മയാണ്. പിന്നീട് വരുന്ന 3-ാം അധ്യായം വീടിനെക്കുറിച്ചാണ്, ബന്ധങ്ങളെക്കുറിച്ചാണ്. എപ്രകാരം വ്യക്തിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാം, ഒരു കുടുംബത്തിലൂടെ എങ്ങനെ നമുക്ക് ബന്ധങ്ങളിൽ അടിയുറച്ച് വളരാം. എൻ്റെ വീട് എന്ന അധ്യായമാണ് 3-ാമത്തെ അധ്യായം. ബന്ധങ്ങളിലെ ഈ കരുതലിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ തച്ചൻ്റെ കുടുംബം തന്നെയാണ്, തിരുക്കുടുംബം. ഏതൊരു കുടുംബവും തകരാവുന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നുമായിരുന്നു ആ കുടുംബത്തിൻ്റെ ആരംഭം പോലും. എന്നിട്ടും എത്ര മനോഹരമായിട്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. സ്വപ്നങ്ങളിൽ പോലും ദൈവത്തെ സൂക്ഷിക്കുന്നവർക്ക് ഇതൊക്കെ സാധിക്കുമെന്ന് തോന്നുന്നു. സ്വപ്നങ്ങളിൽ പോലും ദൈവത്തെ സൂക്ഷിക്കുന്ന അപ്പൻ, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ആമേൻ പറഞ്ഞ അമ്മ, അപ്പോൾ രക്ഷകൻ്റെ ജന്മമായി ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുന്ന ഒരു മകൻ. എനിക്ക് തോന്നുന്നു ഒരു കുടുംബത്തിൻ്റെ നിർവചനമാണ് എഴുത്തുകാരൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ എങ്ങനെ അപ്പനും അമ്മയുമായിരിക്കണം, അല്ലെങ്കിൽ മക്കളെ എപ്രകാരം വളർത്തണമെന്നുള്ളതിൻ്റെ ഏറ്റവും പരമമായ സത്യം ഈ കുറിപ്പിലുണ്ട്. സ്വപ്നങ്ങളിൽ പോലും ദൈവത്തെ സൂക്ഷിക്കുന്ന അപ്പന്മാർ, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ആമേൻ പറയുന്ന അമ്മമാർ, അപ്പോഴാണ് രക്ഷകരായ മക്കളുടെ വരവ്. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുന്ന മക്കൾ. അതാണ് ഒരു സ്വപ്നമായ വീട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം എത്തിപ്പിടിക്കേണ്ട കുടുംബം. നേരം സന്ധ്യമയങ്ങുമ്പോൾ തിരിതെളിച്ച് ചൊല്ലുന്ന പ്രാർത്ഥനകൾ പണ്ടൊക്കെ കുടുംബത്തിൻ്റെ സൗന്ദര്യമായിരുന്നു. ചാനലുകളുടെ തവളച്ചാട്ടം ഇന്ന് അതിനെല്ലാം തടസ്സമാകുന്നു. അറിഞ്ഞോ അറിയാതെയോ രൂപപ്പെട്ടിരുന്ന ഒരു പള്ളി സംസ്കാരം ഇന്ന് പാർട്ടി സംസ്കാരം, പാർക്ക് സംസ്കാരം, പബ്ബ് സംസ്കാരം എന്നിങ്ങനെ ചിതറിപ്പോയോ? ചില സംശയങ്ങൾ. പണ്ടത്തെ കാരണവന്മാർ ചൊല്ലിയും തല്ലിയും കാട്ടിയും പഠിപ്പിച്ച പ്രാർത്ഥനകളും മാതൃകകളും ലഭിക്കാൻ പുത്തൻ തലമുറയ്ക്കും അവകാശമില്ലേ? ഒന്നുറപ്പാണ്, ദൈവം കുടുംബത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഒത്തിരി ഭാഗ്യങ്ങൾ കുടുംബത്തിൽ തിരിതെളിയുമെന്ന്. ഒരു പ്രാർത്ഥനയോടെയാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. എൻ്റെ വീട് എല്ലാവരും എത്താൻ കൊതിക്കുന്ന ഒരു ഇടമാക്കണമേ. എൻ്റെ വീട് ഒരാൾക്കു വേണ്ടി മറ്റൊരാൾ ദുഃഖിക്കുന്ന വീട്. ഒരാളുടെ മനസ്സിനേൽക്കുന്ന മുറിവ് മറ്റൊരാളുടെ മനസ്സിനും വേദനയുണ്ടാക്കുന്ന വീട്. ഒരാളുടെ സന്തോഷം സൗരഭ്യം പോലെ എല്ലാവരിലും നിറയുന്ന വീട്. ഒരു മനസ്സായ വീട്. അതാണ് എൻ്റെ വീട്. അവിടെയാണ് തിരുക്കുടുംബത്തിൻ്റെ തിരിതെളിയുന്നത്. അവിടെയാണ് ഈ വരികൾക്ക് അർത്ഥമുണ്ടാകുന്നത്. സ്വപ്നങ്ങളിൽ പോലും ദൈവത്തെ സൂക്ഷിക്കുന്ന അപ്പന്മാരുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ആമേൻ പറയുന്ന അമ്മമാരുണ്ടാകുന്നത്. അവിടെയാണ് രക്ഷകൻ്റെ ജനനം. അവിടെയാണ് രക്ഷകരായ മക്കളുടെ ജനനം. പ്രായത്തിലും ജ്ഞാനത്തിലുമൊക്കെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുന്ന മക്കളുടെ ഒരു കൂട്ടം ഉണ്ടാവുന്നത് അവിടെയാണ്. അതുകൊണ്ട് തിരിച്ചു പോകേണ്ടതുണ്ട് ആ പഴയ പള്ളി സംസ്കാരത്തിലേക്ക്, ആ പഴയ സന്ധ്യായാമങ്ങളിലൊക്കെ നാം ചൊല്ലിയ പ്രാർത്ഥനകളിലേക്കും ജപമണികളിലേക്കും. മറ്റൊരു അധ്യായത്തിൻ്റെ പേരാണ് മുറിവും കൃപയും. ജോബ് കടന്നുപോയ സഹനവേളകളുടെ പിൻബലത്തിൽ പിന്നീട് അദ്ദേഹം കടന്നു വന്ന കൃപകളുടെ കടന്നുവരവിലേക്ക് ഈ പുസ്തകത്തെ എഴുത്തുകാരൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഏതൊരു സഹനത്തിനും ഏതൊരു കരച്ചിലിനും ശേഷം കൃപകളുടെ ഒരു പേമാരി തന്നെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമെന്നുള്ള ഒരു പ്രത്യാശയുടെ പിൻബലത്തിലാണ് ഈ അധ്യായം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ ഒരു മർമ്മം ഈ അധ്യായമാണ്. പെയ്തൊഴിഞ്ഞ മഴമേഘങ്ങൾക്ക് ശേഷമേ മഴവില്ലിൻ്റെ മനോഹാരിത പ്രപഞ്ചത്തിൽ മിഴി തുറക്കൂ. ചില കാറ്റും പേമാരിയുമൊക്കെ
മനോഹരമായ മഴവില്ലിലേക്കുള്ള സഞ്ചാര ദൂരങ്ങൾ മാത്രം. ഏതൊരു സഹനത്തിനു ശേഷവും ഏതൊരു മുറിവിനു ശേഷവും ചില കൃപകളുടെ കടന്നുവരവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ട്. പലപ്പോഴും മനുഷ്യൻ കണ്ടെടുക്കുന്ന ഉത്തരങ്ങളൊന്നും ഈ കരിനിഴൽ വീണ കനൽ വഴികളിൽ ഇത്തിരി പോലും വെളിച്ചം വിതറുന്നുമില്ല. അതാവണം മനുഷ്യരുടെ ഉത്തരങ്ങളൊക്കെ മുറിവിലുരസുന്ന മണൽത്തരി പോലെ ജോബിനെ അസ്വസ്ഥനാക്കുന്നത്. നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ചില ചോദ്യങ്ങളുമായി ദൈവം അധരം തുറക്കുമ്പോൾ എല്ലാ സമസ്യകൾക്കും ഉത്തരമായി എന്ന രീതിയിൽ ജോബ് നിശബ്ദനാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തിന്? ദൈവത്തിൻ്റെ ചില മൗനം പോലും വല്ലാതെ പ്രകാശം ചൊരിയുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ പിന്നെ എന്താണ് പിതാവിൻ്റെ മൗനത്തിനപ്പുറവും പിതാവേ അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന ക്രിസ്തുവിൻ്റെ അന്ത്യമൊഴികൾക്ക് നിദാനം? കൃപകൾക്കുമേൽ ചില വ്രണിതാനുഭവങ്ങൾ കൊണ്ട് പുറംചട്ട നെയ്യുന്ന തമ്പുരാൻ്റെ ഈ കുഞ്ഞു കുസൃതി ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടാവാം ഇവരൊക്കെ അധരം പൊത്തുന്നതും ആത്മാവിനെ സമർപ്പിക്കുന്നതും. കൃപകളിലേക്ക് സഞ്ചരിച്ചെത്തേണ്ട ദൂരത്തെ സഹനമെന്ന് ആരോ വിളിക്കുകയാണ്. കൃപകളിലേക്ക് സഞ്ചരിച്ചെത്തേണ്ട ദൂരത്തെയാണ് സഹനമെന്ന് വിളിക്കുന്നത്. എത്ര മനോഹരമായ ആശയമാണ്! അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യായത്തിന് മുറിവും കൃപകളുമെന്ന് ശീർഷകം കൊടുത്തിരിക്കുന്നത്. ഒത്തിരി സഹന വഴികൾ താണ്ടി വിമർശനങ്ങളെ ദർശനങ്ങളാക്കിയും അധിക്ഷേപങ്ങളെ നിക്ഷേപങ്ങളാക്കിയും ജന്മം സഫലമാക്കിയ ഒരു ഗുരുവിനെ സമീപിച്ച് ചില ശിഷ്യന്മാർ ആ ഓർമ്മകളെക്കുറിച്ച് ഉന്നയിക്കുമ്പോൾ മറുപടിയായി വന്ന ഗുരുവാക്യങ്ങൾ ഇപ്രകാരമായിരുന്നു. മനോഹരമാണത്. ഞാൻ ദൈവത്തോട് ശക്തിക്കായി അപേക്ഷിച്ചു. ദൈവം എനിക്ക് ഒത്തിരി കഷ്ടതകൾ നൽകി എന്നെ ബലമുള്ളവനാക്കാൻ. ഞാൻ ദൈവത്തോട് ഐശ്വര്യവും സമൃദ്ധിയും അപേക്ഷിച്ചു. ദൈവം എനിക്ക് ബുദ്ധിശക്തിയും കരബലവും നൽകി എന്നെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ. ഞാൻ ധൈര്യത്തിനായി അപേക്ഷിച്ചു. ദൈവം ഒത്തിരി അപകട സാഹചര്യങ്ങളിലൂടെ എന്നെ കടത്തിവിട്ടു ധൈര്യവാനാക്കാൻ. ഞാൻ സ്നേഹത്തിനായി ചോദിച്ചു. ദൈവം എനിക്ക് ചുറ്റും നീറുന്ന ഒട്ടനവധി മനസ്സുകളെ കാണിച്ചു തന്നു, അവരെ സഹായിച്ച് സ്നേഹത്തിലേക്ക് എന്നെ നയിക്കാൻ. യഥാർത്ഥത്തിൽ ഞാൻ ചോദിച്ചതെല്ലാം അപ്പാടെ കിട്ടിയില്ലെങ്കിലും അത്ര മനോഹരമല്ലാത്ത പുറം ചട്ടകളിൽ പൊതിഞ്ഞ് എനിക്കാവശ്യമുള്ളതെല്ലാം തമ്പുരാൻ എനിക്ക് തന്നു. ഓർക്കുക, പെയ്തൊഴിഞ്ഞ മഴമേഘങ്ങൾക്ക് ശേഷമേ മഴവില്ലിൻ്റെ മനോഹാരിത പ്രപഞ്ചത്തിൽ മിഴി തുറക്കൂ. ചില കാറ്റും പേമാരിയുമൊക്കെ മനോഹരമായ മഴവില്ലിലേക്കുള്ള സഞ്ചാര ദൂരങ്ങൾ മാത്രമാണ്. ഈ ലോകം എല്ലാവർക്കും കല്ലുകൾ സമ്മാനിക്കും. ഈ കല്ലുകൾ കൊണ്ട് മതിൽ പണിയണമോ പാലം പണിയണമോ എന്നത് ഒരുവൻ്റെ ഇഷ്ടം. അടുത്ത അധ്യായം നിറവുള്ള ഹൃദയം, നെറിവുള്ള വാക്ക്. വാക്കുകളെക്കുറിച്ചാണ്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. വാക്കുകളെ എപ്രകാരം ക്രമപ്പെടുത്തണമെന്നും ക്രിസ്തു കടന്നുപോയ വഴികളിലൂടെ അവൻ്റെ വാക്കുകളിലൂടെ അവൻ്റെ രീതികളിലൂടെ എപ്രകാരം നമുക്ക് സംസാരിക്കാനാവും എന്നുള്ളതിൻ്റെ ഒരു സൂചികയാണ് ഈ അധ്യായം. പറഞ്ഞുപോയ വാക്കുകളെ ചൊല്ലി പരിതപിക്കാത്തവരുണ്ടോ? ചെയ്തു പോയ പ്രവൃത്തികളോർത്ത് പശ്ചാത്താപിക്കാത്തവരുണ്ടോ? എങ്കിൽ അവരെ നിശ്ചയമായും പ്രണമിക്കണം. കാരണം ഓരോ നിമിഷവും അത്രമാത്രം സംയമനം അവർ കാത്തു സൂക്ഷിക്കുന്നു. മരണക്കിടക്കയിലാണ് ഗുരു. ശിഷ്യർ ചുറ്റിലും. കുമ്പസാര മൊഴികൾ പോലെ ഗുരു ഉരുവിടുകയാണ്. അല്പം കൂടി സംയമനം പാലിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നല്ലൊരു മനുഷ്യനാകാമായിരുന്നു. അല്പം കൂടി സംയമനം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു മനുഷ്യനായി എനിക്ക് മാറാമായിരുന്നു. ജീവിതത്തിൽ വിധിക്കുമ്പോഴും വിധിക്കപ്പെടുമ്പോഴും ക്രിസ്തുവിനെ പോലെ ഇത്രമാത്രം സംയമനം പാലിച്ച മറ്റാരുമില്ല എന്ന് കരുതാനാണ് ഇഷ്ടം. ക്രിസ്തുവിൻ്റെ വിചാരണ രംഗങ്ങളിൽ ഇങ്ങനെയും ഒരു വാക്യമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യമാണത്. തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു. മനുഷ്യനെ വിസ്മയിപ്പിക്കുമാറ് ചില സംയമനങ്ങൾ ക്രിസ്തു കാത്തു സൂക്ഷിച്ചു എന്നു തന്നെയല്ലേ ഇതിനർത്ഥം? ഇനി വിധിക്കുമ്പോഴാവട്ടെ എത്രമാത്രം സംയമനത്തോടെയാണ് ക്രിസ്തു ഒരുവളെ
നന്മയുടെ വഴിയിലേക്ക് നയിക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന വാക്യങ്ങൾ കൊണ്ടാണ് ക്രിസ്തു ആ പാപിനിയെ ആശ്വാസ തീരത്തേക്ക് എത്തിക്കുന്നത്. ഇനി മുതൽ വാക്കുകൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന സ്നേഹത്തെയാണ് ഞാൻ ധ്യാനിക്കേണ്ടത്. ചില വാക്കുകൾ അത് കുറഞ്ഞു വരുമ്പോൾ മാത്രമാണ് ഹൃദയം തൊടുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ആ നിശബ്ദതയും ചെറുതും ലളിതവുമായ വാക്കുകളുമാണ്. വാക്കുകളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് ക്രിസ്തു: വ്യർത്ഥവാക്കും വ്യർത്ഥമാകാത്ത വാക്കും. എന്നിട്ട് ഇങ്ങനെയൊരു വിശദീകരണവും: മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും ചെയ്യും. പറയുന്ന വാക്കുകൾക്ക് നിതാന്തമായ ജാഗ്രതയുടെ പിൻബലമുണ്ടാകണം. അതുതന്നെയാണ് സന്ദേശം. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ സംയമനം കാത്തു സൂക്ഷിക്കുന്നവന് കുറെ കൂടി സുരക്ഷിതത്വം കൈവരും എന്നൊരു ഉറപ്പാണ് ഈ വാക്കുകളുടെ പൊരുളെന്ന് തോന്നുന്നു. എപ്രകാരം വാക്കുകൾ ലളിതമാക്കുന്നോ, എപ്രകാരം ജീവിതത്തിൽ സംയമനം കാത്തു സൂക്ഷിക്കുന്നോ, അത്രമാത്രം ഹൃദയം കൊണ്ട് സംസാരിക്കാനും ഹൃദയം കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്താനും നമുക്ക് സാധിക്കുകയാണ്. ഈ അധ്യായം അവസാനിക്കുന്നത് മനോഹരമായ ഒരു വരികളിലൂടെയാണ്: വാക്കുകൾക്ക് വാത്സല്യവും കർമ്മങ്ങൾക്ക് കാരുണ്യവും കാവലുമാകാൻ ദൈവമേ എൻ്റെ ഹൃദയത്തിൽ കനിവ് നിറയ്ക്കണമേ എന്ന പ്രാർത്ഥന മാത്രമാണിപ്പോൾ ഉള്ളത്. വാക്കുകൾക്ക് വാത്സല്യവും കർമ്മങ്ങൾക്ക് കാരുണ്യവും കാവലുമാകാൻ ദൈവമേ എൻ്റെ ഹൃദയത്തിൽ കനിവ് നിറയ്ക്കണമേ. സഹനങ്ങളൊക്കെ ചില സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുകയാണ്. 3 സാധ്യതകളാണുള്ളത്. ചില മനുഷ്യരെ അത് വല്ലാതെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ മറ്റു ചിലരെ ഈ സഹനങ്ങൾ കടുത്ത നിഷേധികളാക്കി മാറ്റുന്നു. ഇനി ചിലരെയാകട്ടെ ഈ സഹനങ്ങൾ തന്നെ വല്ലാതെ കരുത്തുറ്റവരാക്കുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഒരു വിധവയുടെ ജീവിതത്തിൻ്റെ നൊമ്പരമടക്കം ഒത്തിരി സങ്കടങ്ങൾ അനുഭവിച്ച് ഒറ്റയ്ക്ക് മക്കളെയെല്ലാം നല്ല നിലയ്ക്കാക്കിയ ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ അനുഭവങ്ങളുടെ ക്ലാസ് മുറിയിൽ നിന്നാണ് ഈ പാഠങ്ങൾ ഏറ്റവും ലളിതമായി വെളിപ്പെട്ട് കിട്ടിയത്. ചില സമയങ്ങളിൽ അടുപ്പിലെ തീക്കുമേൽ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിന് സമാനമാണ് ജീവിതം. അതിനുള്ളിൽ നമ്മൾ മനുഷ്യർ. ഇതാണ് സഹനം. വല്ലാതങ്ങ് പൊള്ളും. പക്ഷെ ഇവിടെയും മനുഷ്യർ പലവിധം. ചിലർ ക്യാരറ്റ് കണക്ക് വല്ലാതങ്ങ് ഉടഞ്ഞു പോകും. ഇനി ചിലരാവട്ടെ മുട്ട പോലെ അങ്ങ് കട്ടിയാകും. മറ്റു ചിലരാവട്ടെ കാപ്പിപ്പൊടി പോലെ വെള്ളത്തെ മുഴുവൻ നല്ല രുചിയുള്ളതാക്കും. ഈ ചുട്ടുപൊള്ളുന്ന സഹനത്തിലേക്ക് നമ്മുടെ ജീവിതം എപ്രകാരം ലയിക്കുന്നു എന്നുള്ളതാണ് ചിന്തിച്ചു നോക്കേണ്ടത്. നമ്മുടെ ജീവിതം എപ്രകാരം രുചിയുള്ളതായി മാറുന്നു? നമ്മുടെ ജീവിതത്തിൽ നാം വെച്ചു പുലർത്തുന്ന പ്രതീക്ഷകൾ എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നാം വിചിന്തനം ചെയ്യേണ്ടത്. അവിടെയാണ് സഹനങ്ങളുടെയൊക്കെ അർത്ഥം നമുക്ക് കണ്ടുമുട്ടുന്നത്. കനൽ വഴികളിൽ കാലിടറാതെ എന്നുള്ള മറ്റൊരു അധ്യായത്തിൽ ഈ പൊള്ളുന്ന സങ്കടങ്ങളെക്കുറിച്ച് എഴുത്തുകാരൻ മനോഹരമായി വിവരിക്കുന്നുണ്ട്. തിരകൾ ഒഴിഞ്ഞാൽ പിന്നെ തീരത്തിന് സൗന്ദര്യമില്ലല്ലോ. തിരകളാണ് തീരത്തിൻ്റെ സൗന്ദര്യം. പൊള്ളുന്ന സങ്കട തീക്കുമേൽ വെട്ടിത്തിളങ്ങുന്ന ചില ജന്മങ്ങളുണ്ട് ഈ ഭൂമിയിൽ. ഒപ്പം നെഞ്ചുപിളർക്കുന്ന വേദനയിൽ കണ്ണുനീരിനെ കാവൽ നിർത്തി അവർ ഉയർത്തുന്ന ചില ചോദ്യങ്ങളും. ദൈവമേ, നീ എവിടെ? നമുക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ചില വേളകളിൽ. ദൈവമേ, നീ എവിടെയാണ്? എന്തേ ഇവിടെ ഒന്ന് ഇടപെടാത്തത്? ചിലരാകട്ടെ തത്വചിന്താപരമായി ചോദ്യങ്ങൾ ഉയർത്തുന്നു. വിണ്ണിലിരുന്ന് ഉറങ്ങുന്ന ദൈവത്തെ എങ്ങാനും കണ്ടോ എന്നല്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഈ കനൽ വഴികളിലെല്ലാം മനുഷ്യൻ വല്ലാതങ്ങ് ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ഈ ഒറ്റപ്പെടലിൻ്റെ നൊമ്പരത്തിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ പോലും ചിലർ ചോദ്യം ചെയ്തു പോകുന്നു. ദൈവമില്ല, ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ ജീവിതം ഇങ്ങനെ കണ്ണുനീരിൻ്റെ പര്യായം കണക്കാകില്ലായിരുന്നു എന്നൊക്കെ. ഉത്തരം കിട്ടാത്ത സമസ്യകളായി ആ നൊമ്പരങ്ങൾ മാറുകയാണ്.
ഉത്തരമില്ലാത്ത പോകുന്ന ചില പ്രാർത്ഥനകൾക്ക് മുമ്പിൽ ക്രിസ്തു പോലും വിറങ്ങലിച്ചു പോകുന്നുണ്ട്. ഏലി ഏലി ലമാ സബ്താനി, അതായത് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. പക്ഷെ ക്രിസ്തുവാകട്ടെ അവിടെയും ഒരു ഉത്തരം കണ്ടെത്തുന്നു. ജീവിതത്തിൽ ദൈവം അനുഭവമാകുന്നു എന്ന് മനുഷ്യന് വേർതിരിച്ചെടുക്കാവുന്ന ചില വഴികൾ ബൈബിളിൽ അങ്ങിങ്ങായി ചിതറിക്കിടപ്പുണ്ട്. മനുഷ്യന് കണ്ടെടുക്കാനാവാത്തത് ഉണ്ടാവും, അത് തീർച്ചയാണല്ലോ. അതുകൊണ്ട് ഇതുതന്നെയാണ് ഉത്തരം, അല്ലെങ്കിൽ ഇതാണ് വഴി എന്നുറപ്പിച്ച് പറയാനാവില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ചില പ്രതീക്ഷകൾ തമ്പുരാൻ ബാക്കി വയ്ക്കുന്നുണ്ട് എല്ലായിടത്തും. ഒന്ന് ഏദൻ അനുഭവമാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യരോടൊപ്പം ഉലാത്തുന്ന ദൈവത്തിൻ്റെ ചിത്രം. ചില നിമിഷങ്ങളിൽ അങ്ങനെയാണ്. എല്ലാം ശുഭം, ആരോഗ്യം, സാമ്പത്തിക സ്ഥിരത, കുടുംബസമാധാനം, ജോലി എല്ലാം ശുഭകരമാണ്. എനിക്ക് ചുറ്റും ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് തീർത്ത വലയമുണ്ട്. അത് ഏദൻ അനുഭവമാണ്. മറ്റൊന്ന് കാർമൽ അനുഭവമാണ്. ദൈവം ഇടപെടുന്നു എന്നെനിക്ക് കൃത്യമായി വെളിപ്പെട്ട് കിട്ടുന്ന അനുഭവമാണ് കാർമൽ അനുഭവം. മൂന്നാമത്തേത് കാൽവരി അനുഭവമാണ്. പൊള്ളുന്ന നൊമ്പര തീച്ചുളയ്ക്ക് നടുവിൽ ദൈവമേ നീയും ഉപേക്ഷിച്ചുവോ എന്ന് അലറി വിളിക്കുന്ന കാൽവരി അനുഭവം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ഒരുവനെ വല്ലാതെ തകർത്ത് ഛിന്ന ഭിന്നമാക്കുന്ന ഒന്ന്. അവസാന നിമിഷം പോലും ദൈവം നിശബ്ദത പാലിക്കുന്ന ചില നിമിഷങ്ങൾ. ഇതാണ് ക്രിസ്തു കടന്നുപോയ കാൽവരി അനുഭവം. ഇതാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന നൊമ്പരത്തിൻ്റെ വഴികൾ. ജീവിതത്തിൻ്റെ യാത്രയിൽ ഇങ്ങനെയും അനുഭവങ്ങളുണ്ട്. ഏതു മക്കൾക്കു വേണ്ടിയാണോ ജീവിതം നൈവേദ്യമാക്കിയത് അവരാൽ തന്നെ വലിച്ചെറിയപ്പെടുമ്പോൾ, നെഞ്ചിലെ സ്നേഹം മുഴുവൻ ആർക്കാണോ പകർന്നേകിയത് അവരാൽ തന്നെ വഞ്ചിക്കപ്പെടുമ്പോൾ, ആരെയാണോ വിശ്വസിച്ചത് അവരാൽ തന്നെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ, അറിയാതെയാണെങ്കിലും അന്തരംഗത്തിൽ തിരകൾ കണക്കെ അലയടിക്കുന്ന ചോദ്യമാണ്, ദൈവമേ എന്തേ നീ മൗനം പാലിക്കുന്നു? ഒരു വേദന കഴിയും മുമ്പേ മറ്റൊന്ന് എന്നതുപോലെയുള്ള ജീവിതം. കൂടെ കൂടിയ ഒരുവൻ ഒറ്റിക്കൊടുത്തു, ഒരുവൻ തള്ളിപ്പറഞ്ഞു, ഇനി മറ്റുള്ളവരാകട്ടെ ഓടി ഒളിച്ചു. പിന്നെ ശരീരത്തിന് താങ്ങാനാവാത്ത ക്രൂര പീഡകളും. ഒടുവിൽ ആർക്കു വേണ്ടിയാണോ ഒരു ജന്മം മുഴുവൻ ഓടിത്തീർത്തത് അവൻ്റെ മൗനവും. നിൻ്റെ വാക്കുകളായിരുന്നു എൻ്റെ വാക്കുകൾ, നിൻ്റെ ഹിതമായിരുന്നു എൻ്റെ ഹിതം, നിൻ്റെ സ്വപ്നങ്ങളായിരുന്നു എൻ്റെ സ്വപ്നങ്ങൾ. ക്രിസ്തുവിനെ കുരിശിൻ്റെ വഴികളിലൂടെ കടന്നു പോകാൻ പ്രേരിപ്പിച്ചത്, അവൻ്റെ ജീവിതത്തിന് ശക്തിയേകിയത് ഈ ഒരു ഉറപ്പായിരുന്നു. നിൻ്റെ ഹിതമാണ് എൻ്റെ ഹിതം, നിൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതം, നിൻ്റെ വാക്കുകളാണ് എൻ്റെ വാക്കുകൾ, നിൻ്റെ സ്വപ്നമാണ് എൻ്റെ സ്വപ്നവും. ഈ ഒരു ധാരണയോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ സാധിച്ചാൽ, ക്രിസ്തു കടന്നുപോയ ഈ വഴികളിലൂടെ ഒരു ചെറുതരിയെങ്കിലും ബോധ്യത്തോടുകൂടി നമുക്കും കടന്നു പോകാൻ സാധിച്ചാൽ സഹനങ്ങൾക്കൊക്കെ ഒരു അല്പമെങ്കിലും ശമനമുണ്ടാകും. അല്പമെങ്കിലും പ്രത്യാശയോടെ അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. ചില വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിജീവനത്തിനായി പരിശ്രമിക്കുന്നവരാണ് നാമൊക്കെ. എല്ലാ വേദനകൾക്കും സഹനങ്ങൾക്കുമൊക്കെ ഒരു ഉത്തരമുണ്ടാവും. അതിനെയെല്ലാം മറികടന്ന് പുതിയ പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, സ്നേഹത്തോടെയൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നാമൊക്കെ അതിജീവനത്തിനായി പോരാടും. സൗഹൃദവും ഈ അതിജീവനത്തെ ചേർത്ത് വയ്ക്കുന്നതാണ്. മൺകുടങ്ങൾ കഥ പറയുമ്പോഴെന്ന ഈ പുസ്തകത്തിൻ്റെ അവസാനം എഴുത്തുകാരൻ സൗഹൃദത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്: നന്മകൾ മാത്രമല്ല, ചില ക്ഷതങ്ങളും സൗഹൃദങ്ങൾക്ക് വല്ലാതെ കരുത്തേകുന്നുണ്ട്. സന്തോഷങ്ങൾ മാത്രമല്ല, ചില നൊമ്പരങ്ങളും സൗഹൃദങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നൊക്കെ പഠിപ്പിച്ച ഒരു സൗഹൃദമുണ്ട്. ഒത്തിരി സ്നേഹവും ഒരുപിടി നൊമ്പരങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു സൗഹൃദം. തെറ്റിദ്ധാരണകളുടെ കൂരമ്പകളും വിമർശനത്തിൻ്റെ മുറിപ്പുകളുമൊക്കെ ആവോളമുണ്ടായിരുന്ന ഒന്ന്. എന്നിട്ടും ആ സൗഹൃദം അങ്ങനെ തുടർന്നു. കാലങ്ങൾക്കിപ്പുറം, ദേശങ്ങൾക്കപ്പുറത്തു നിന്ന് ഒരിക്കൽ ആ സൗഹൃദത്തിൻ്റെ പഴയകാല സ്മരണകളിലേക്ക് ഒരു വട്ടം കൂടി യാത്രയായപ്പോൾ
ആ സുഹൃത്ത് പങ്കുവച്ചത് വല്ലാതെ സ്പർശിച്ചിരുന്നു. ഒരുപക്ഷെ ആ നൊമ്പരങ്ങളാവാം ഇന്നും മുറിയാതെ ഈ സൗഹൃദത്തെ പിടിച്ചു നിർത്തുന്ന ഒന്ന്. ഓരോ സൗഹൃദത്തിനു പിന്നിൽ ഇത്തിരി നൊമ്പരങ്ങളുമുണ്ട്. അതും ഒരു സൗന്ദര്യം തന്നെയാണ്. തണ്ടുകളിൽ മുള്ളുകളുണ്ടെങ്കിലും പൂക്കളിൽ റോസപ്പൂവിൻ്റെ സ്ഥാനമെന്നും മുൻനിരയിൽ തന്നെയാണ്. കോറിയിടുന്ന അക്ഷരങ്ങൾ കൊണ്ടെന്നും സൗഹൃദത്തിൻ്റെ പൊരുൾ പൂർണ്ണമാകാനാവില്ല. സുഹൃത്തെ, ഉറപ്പാണത്. അതുകൊണ്ട് തന്നെ ഈ വരികൾക്ക് വിരാമമിടുമ്പോൾ ഉള്ളിൽ സൗഹൃദങ്ങൾക്ക് ആകാശത്തിൻ്റെ വിശാലതയൊരുക്കിയ ഒരു സുഹൃത്തിൻ്റെ ഏതാനും വരികൾ കൊണ്ട് എല്ലാ വിശുദ്ധ സൗഹൃദങ്ങൾക്കും മുമ്പിൽ പ്രണാമം. അത് അതിജീവനത്തിൻ്റെ പ്രണാമമാണ്. ഒരു മാത്രയിൽ ചന്ദ്രൻ എന്നോട് ചോദിച്ചു, നിന്റെ സുഹൃത്ത് നിന്നെ കരയിപ്പിക്കുകയാണെങ്കിൽ നീ എന്തുകൊണ്ടവനെ ഉപേക്ഷിക്കുന്നില്ല? ഞാൻ പൗർണമിയിലേക്ക് തിരിഞ്ഞു നോക്കി സ്വകാര്യമായി ചോദിച്ചു, ചന്ദ്രൻ, നീ എന്നെങ്കിലും നിന്റെ ആകാശത്തെ ഉപേക്ഷിക്കുമോ? ഒരു മാത്രയിൽ ചന്ദ്രൻ മന്ത്രിക്കുകയാണ്, നിന്റെ സുഹൃത്ത് നിന്നെ കരയിപ്പിക്കുകയാണെങ്കിൽ നീ എന്തുകൊണ്ടവനെ ഉപേക്ഷിക്കുന്നില്ല? ഞാൻ പൗർണമിയിലേക്ക് തിരിഞ്ഞു നോക്കി സ്വകാര്യമായി ചോദിച്ചു, ചന്ദ്രൻ, നീ എന്നെങ്കിലും നിന്റെ ആകാശത്തെ ഉപേക്ഷിക്കുമോ? മൺകുടങ്ങൾ കഥ പറയുമ്പോഴെന്ന ഈ പുസ്തകം ഓരോ പാഠങ്ങളാണ്. ഓരോ അധ്യായങ്ങളിലൂടെയും കണ്ടുമുട്ടുന്നത് പല പല കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ ധന്യമാക്കിയ ചില നിമിഷങ്ങളാണ്. വേദനകളും സഹനങ്ങളുമൊക്കെ എപ്രകാരം ഒരു പരിധിവരെ നമുക്ക് അതിജീവിക്കാമെന്ന് ഈ പുസ്തകം നമ്മോട് മന്ത്രിക്കുന്നുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്സ്. കൈകളിൽ പിടിക്കുന്ന, കരുതലേകുന്ന ഒരു സ്വപ്നമാണ് ഓരോ പുസ്തകങ്ങളും. ഈ പുസ്തകവും ഒരു സ്വപ്നമാണ്. അതിജീവനത്തിൻ്റെ കല നമ്മുടെ ജീവിതത്തിൽ പരിശീലിപ്പിക്കാൻ, അതിനെ എപ്രകാരം വളർത്തിയെടുക്കണമെന്ന് നമ്മെ പ്രേരിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന മനോഹരമായ ഒരു പുസ്തകം.